പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ വെക്കാം. ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് കാണിച്ചു തരാം. വിൽക്കാനുള്ള മടിക്കാണ് അല്ലെങ്കിൽ വസ്തു എന്താ പറഞ്ഞൊരു പിന്നെ അച്ഛനും അമ്മയും കല്യാണം ഉറപ്പിക്കുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാണ്ടാണ്. അതെ, ഒന്നുമില്ലാണ്ട് തന്നെയാണ് ഞങ്ങൾ എൻഗേജ്മെന്റ് നിശ്ചയിച്ചത്. എല്ലാം നിശ്ചയിക്കുന്നു, ഞങ്ങളിൽ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ നടത്തി വരുമ്പോൾ അന്തസ്സായിട്ട് നടത്തും. അത്രയും പറ്റാണ്. എല്ലാവരും പറയേണ്ട അടുത്ത മാസത്തേക്കാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അല്ല, മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളത് പറയേണ്ടത് മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും നാൾ വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ പോയാൽ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നമസ്കാരം. ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഫാമിലി വ്ലോഗ് ചാനലാണ്. മാത്രവുമല്ല, അമ്മയും അച്ഛനും 4 മക്കളും അടങ്ങുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കുടുംബം കുക്കിംഗ് വീഡിയോ, അവരുടെ ഫാമിലിയുമായുള്ള കണ്ടൻറ്റുകളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലെ വിഷയമെന്ന് പറയുന്നത്. ഈ അടുത്ത് അവരുടെ ജീവിതത്തിൽ, അവരുടെ ലൈഫിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായി. അത് അവർ പ്രേക്ഷകരോട് തന്നെ പങ്കിടുകയാണ്. പലരും ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും നടത്തി. എന്നാൽ ഈ വ്യാഖ്യാനങ്ങൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ട് ആ അമ്മയും അച്ഛനും തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവരുടെ മകൾ, 2ാമത്തെ മകളായ കുഞ്ഞൻ ഒളിച്ചോടിപ്പോയി. അത് പോയത് അവർ നേരത്തെ വിവാഹം ഉറപ്പിച്ച പയ്യൻ്റെ കൂടെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കോൺട്രവേഴ്സികളാണ് നിലവിലുള്ളത്. ചേച്ചിൻ്റെ വൃത്തിയാട്ടോളാ എന്തൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായത്. അതേപോലെ അല്ല ഇപ്പം ഉണ്ടായിരുന്ന കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ആരെടുത്തിട്ട് അവിടെ തന്നെ പോയതെന്നൊക്കെ. ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചി അവരോട് ജീവിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിനെ വിടും. നിങ്ങൾക്ക് ഇപ്പോഴും ടോപ്പിക് കൂടി എന്തിനാണ് വേണ്ടത്? നിങ്ങൾക്ക് ഒരു കണ്ടന്റിന് വേണ്ടി എടുക്കാൻ. ഇപ്പോൾ മറ്റുള്ള ന്യൂസ് ഒന്നും പറയാം. എന്തായാലും മനസ്സിലാക്കും. ഞാനൊരു അമ്മയപ്പോഴാണ് അമ്മരാഷ്ട്രം എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിന് നമ്മളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനും എന്നോട് അമ്മ കരയാറുണ്ട്, തണ്ടൊക്കെ പോലും പറയാറുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അതിന്റെ ചൂടോ കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ അമ്മയായിട്ടില്ലല്ലോ. എനിക്കൊരു അമ്മയായി, എനിക്കൊരു മോള് വന്നപ്പോഴാണ് അവൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയും. അവളൊന്നും പറയാറായിട്ടില്ല. വരുമ്പോൾ സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു വേദന മനസ്സിലാവും. അവർക്കൊന്നും വയ്യാതെ നമ്മളെ വിഷമാണെങ്കിലും. ഈ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇതുപോലെ ഒളിച്ചോടി വിവാഹം കഴിച്ചതാണ്. പിന്നീട് ഇവർ കുടുംബത്തോട് ചേർന്ന് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴാണ്, ഞാനൊരു അമ്മയായപ്പോഴാണ് എൻ്റെ അമ്മയുടെ വിഷമം ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെയാണ് ഈ മൂത്ത കുട്ടിയായ പൊന്നൂസ് പറയുന്നത്. അപ്പോൾ കുഞ്ഞനങ്ങ് ഇറങ്ങിപ്പോയി. അതുമായി ബന്ധപ്പെട്ട് അമ്മയും അച്ഛനും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റും. ഈ യൂട്യൂബേഴ്സ് ഇത്തരത്തിൽ അവരെക്കുറിച്ചും വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പൊന്നൂസ് പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കുഞ്ഞൻ ഈ പോയതിനെ പറ്റി നിരവധി കോൺട്രവേഴ്സികൾ നിലവിലുണ്ട്. കുഞ്ഞനെ വിവാഹം കഴിച്ച ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ഫ്രോഡാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊരു റിലേഷൻ ഇയാൾക്കുണ്ടായിരുന്നു. ഇത് വീട്ടുകാരറിയുകയും കുഞ്ഞനോട് പറയുകയും ചെയ്തു. പക്ഷെ കുഞ്ഞൻ ആ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവസാനം കുഞ്ഞൻ ആരോടും പറയാതെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു എന്നാണ് പിന്നീട് ലഭിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടർക്കും അവരുടേതായ പക്ഷങ്ങളുണ്ട് പറയാനുള്ളത്. ഈ മാസത്തിലായിരുന്നു ഇവരുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതുവരെ കാക്കാൻ പോലും ഇവർ തയ്യാറായതില്ല എന്നതാണ് ഈ കുടുംബത്തിനെ മുഴുവൻ കണ്ണീരിലായെത്തിയ ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോഴേക്കും ഈ കുട്ടി ഇറങ്ങി തിരിച്ചു പോവുകയാണ് ചെയ്തത്. കൃത്യമായി ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ചിന്തയില്ലാത്തൊരു കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുടുംബം ഇത്രത്തോളം കാലം ആ കുട്ടിയെ സ്നേഹിച്ച് കെയർ ചെയ്ത കുടുംബത്തിനെ മാറ്റി നിർത്തിയാണ് അത് അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ 100 വട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒപ്പമുള്ള പയ്യൻ ഏത് തരത്തിലായിരിക്കും, ഇപ്പോൾ കാണുന്നതായിരിക്കില്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നീടായിരിക്കും മനസ്സിലാവുക. ഇപ്പോൾ ഈ കാണുന്ന പയ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി പറയാൻ സാധിക്കില്ല. ഇയാളെക്കുറിച്ച് നെഗറ്റീവ് ഓൾറെഡി കേട്ടതാണ്. അപ്പോൾ ആ കുട്ടി ഒന്നും കൂടി ചിന്തിക്കേണ്ടതായിരുന്നു. എന്തായാലും എടുത്തുചാട്ടമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്